ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സമാദരണീയരായ ഗുരുജനങ്ങളെ, സ്നേഹധർമ്മീയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുഹൃതങ്ങളുടെ വഴിയിൽ തീർക്കപ്പെട്ട ഈ പ്രൗഢമായ സദസ്സിൽ ഇസ്ലാമിന്റെ ആരോഗ്യശാസ്ത്രം എന്ന പ്രമേയത്തെ അധികരിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ പറഞ്ഞറിയിക്കാനാവാത്ത വിധം സന്തുഷ്ടിയാണ്. അൽഹംദുലില്ലാഹ്. അണ്ടക്കടാഹങ്ങളെ പഠിച്ചു പോറ്റുന്ന തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആരോഗ്യ സംരക്ഷണത്തിന് അതിപ്രാധാന്യം നൽകിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എല്ലാം ഇസ്ലാം അതിശക്തമായി വിലക്കിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യവിപത്ത് ഉന്മൂലനം ചെയ്യലിലൂടെ ഇസ്ലാം അത് അരക്കെട്ടുറപ്പിച്ചു. മാത്രമല്ല, കള്ള് പോലെ ആരോഗ്യത്തിനെ പൊള്ളലേൽപ്പിക്കുന്ന സർവ്വലഹരികളും നിഷിദ്ധമാണെന്ന് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു ഹംറിൻ ഹറാമുൻ. എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യസമാനമാണ്, എല്ലാ മദ്യസമാനമായതും നിഷിദ്ധമാണ് എന്ന തിരുമൊഴി അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനസ്സിന്റെ ആരോഗ്യമാണ് ഏവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. 5 നേരത്തെ നിസ്കാരത്തിലൂടെയും ഏകാന്ത പ്രാർത്ഥനയിലൂടെയും മനസ്സിന്റെ ആരോഗ്യം ഊട്ടിയുറയ്ക്കുമെന്ന് ഭൗതികവാദികൾ വരെ സമ്മതിച്ചു കഴിഞ്ഞു. കൂടാതെ യോഗയേക്കാൾ ശാരീരിക ആരോഗ്യം മികച്ച നിലവാരത്തിലാക്കാൻ നിസ്കാരം കൊണ്ട് സാധ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, 1 ഭാഗം വെള്ളം, മറ്റൊരു ഭാഗം ഫ്രീ എന്നിങ്ങനെയാണ് ഇസ്ലാമിക ആരോഗ്യശാസ്ത്ര രീതി. ഇത് അപ്പടി അനുസരിച്ച് സ്വഹാബത്തിന് രോഗപ്രതിരോധ ശക്തി കൂടുതലായിരുന്നുവെന്ന് ചരിത്രം വിളിച്ചറിയിക്കുന്നു. വിദേശ രാജ്യത്ത് നിന്ന് ചികിത്സയ്ക്കായി മദീനയിലെത്തിയ പ്രശസ്ത വൈദ്യൻ മാസങ്ങളോളം ചിലവഴിച്ചിട്ടും ഒരു രോഗിയെ പോലും കണ്ടെത്താനാവാതെ അത്ഭുതപ്പെട്ട് തിരിച്ചുപോയ ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇസ്ലാമിക ആരോഗ്യശാസ്ത്ര രീതി അവഗണിക്കുന്നത് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് അനേകം തിരുവാക്യങ്ങൾ കാണാം. അന്ത്യനാളിൽ റബ്ബിന്റെ ആദ്യ ചോദ്യം, നീ നിന്റെ ആരോഗ്യം എന്തിനാണ് ചിലവഴിച്ചത് എന്നായിരിക്കും. ഹദീസ് അതിലൊന്നിൽ മാത്രം. രോഗം വന്നാൽ ഉടനടി ചികിത്സിക്കാതെ ആരോഗ്യ നശീകരണം നടത്തുന്നതിനെ ഇസ്ലാം ശക്തിയുക്തം വിലക്കിയിട്ടുണ്ട്. രോഗം വന്നാൽ ഉടനടി ചികിത്സിക്കുക. റബ്ബ് ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുമരുന്നും ഇറക്കിയിട്ടുണ്ട് എന്ന തിരുമൊഴി അതിനെ അടയാളപ്പെടുത്തുന്നു. ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് മറ്റേതു മതവും പറയാത്ത വിധം ദർശനങ്ങളും പരാമർശങ്ങളും ഉപദേശങ്ങളും ഇസ്ലാം ഉദ്ധരിക്കുന്നുണ്ട്. രോഗവാഹകരായി കീടങ്ങൾ വന്ന് വീഴാതെ പാത്രങ്ങൾ മൂടിവെക്കണമെന്നും തിരുനബി അരുളിയതായി കാണാം. പാനീയത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യരുതെന്നും അവിടുന്ന് ഉദ്ബോധിപ്പിച്ചു വിട്ടു. കാരണം നിശ്വാസവായുവിൽ ആരോഗ്യത്തിന് ഹാനികരമായ ഉണ്ടാകും. ഇന്നത്തെ ആരോഗ്യശാസ്ത്രത്തിന് പോലും എത്തിപ്പിടിക്കാനാവാത്ത വിധം ശാസ്ത്രതത്വ മുത്തുകൾ കോർത്ത സത്താണ് സത്യനബി. വർഷത്തിലെ 1 മാസപ്രദം ആരോഗ്യത്തെ ശുഭകരമാക്കുമെന്ന് ഇന്നിന്റെ ബുദ്ധിജീവികൾ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ വ്രതവിശുദ്ധിയും ആരോഗ്യഭാഗ്യവും നശിക്കുന്ന പ്രവണത ഇന്ന് കൂടി വരുന്നു. അത് ആരോഗ്യത്തിന് അത്യധികം ഹാനികരമാണെന്നതിൽ സംശയമില്ല. ആരോഗ്യ സംരക്ഷണത്തിന് വൃത്തി അത്യാവശ്യമാണ്. വൃത്തിയുടെ ആവശ്യകത ഇസ്ലാം വളരെയധികം ഊന്നി പറഞ്ഞിട്ടുണ്ട്. വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് വരെ തിരുനബിയുടെ മൊഴിയിൽ കാണാം. അഥവാ ഓരോ വിശ്വാസിക്കും ഇമ്പോർട്ടന്റ് ആയി ഉണ്ടാവേണ്ട സാരം വസ്ത്രവും വീടും പരിസരവുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ രോഗമുക്തമാർത്തിനെന്ന മുദ്രാവാക്യം വിശുദ്ധതയിൽ മുന്നോട്ട് വെക്കുന്നു. എന്ന തിരുനബിയുടെ അധ്യാപനം അതിലേക്ക് വെളിച്ചം വീശുന്നു. ദന്തശുദ്ധീകരണത്തിന് പുണ്യനബിയേക്കാൾ പ്രചോദനം നൽകിയ മറ്റൊരാളില്ല. എന്റെ സമുദായത്തിന് പ്രയാസമായിരുന്നില്ലേ ഓരോ അംഗശുദ്ധി സമയത്തിന് മുന്നോടിയായും ദന്തശുദ്ധീകരണം ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന തിരുനബിയുടെ തിരുവാക്യം അതിനൊരു ആധാരമാണ്. 5 നേരവും അംഗശുദ്ധി വരുത്തൽ വാജിബാക്കി ഇസ്ലാമിനേക്കാൾ വലിയ വ്യക്തിമുഹത്വം പറഞ്ഞ ദർശനം ഏതുണ്ട്? കൂടാതെ തിരുഹദീസിൽ കാണാം, നിങ്ങളിൽ ഒരുവൻ ഉറക്കിൽ നിന്നുണർന്നാൽ 3 പ്രാവശ്യം കൈ കഴുകാതെ പാത്രത്തിൽ കൈമുക്കരുത് എന്ന തിരുനബിയുടെ തിരുവാക്യം ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ കൈകളുടെ ക്രിയവിക്രിയങ്ങൾ നാം അറിയുന്നില്ല. ഉറക്ക സമയം
രോഗാണുക്കൾ കൈകളിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ സാധ്യതയേറെയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ആ ദീർഘ സൃഷ്ടി യാത്ര ശ്രേഷ്ഠം. ചുരുക്കി പറഞ്ഞാൽ ആത്മീയ രക്ഷാവഴികൾ മാത്രമല്ല, ഭൗതിക സുരക്ഷാ റൂട്ടുകളും വെട്ടിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. മരണം വരെ ഈ സുന്ദര ദീൻ സബീലിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു.